പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിനകത്ത് WooCommerce എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ WooCommerceൻ്റെ വന്നിട്ടുള്ള ഓർഡറുകളും കസ്റ്റമർ കൂപ്പൺ, സ്ട്രൈപ്പ് പേയ്മെൻറ്റ്, പ്ലഗിൻ, റിപ്പോർട്ട്, സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇനി ഒരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ WooCommerceന് തൊട്ട് താഴെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓൾ പ്രൊഡക്ട്സ്, ആഡ് ന്യൂ പ്രൊഡക്ട്സ്, ആട്രിബ്യൂട്ട്സ്, റിവ്യൂസ്, സ്റ്റോർ ബ്രാൻഡ്സ്, കാറ്റഗറി, ടാഗ്സ് ഇത് കാണാം. കാറ്റഗറിയാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. പുതിയതായിട്ടൊരു കാറ്റഗറി ആഡ് ചെയ്യാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ആഡ് കാറ്റഗറി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറിയുടെ പേര് ഇവിടെ മാത്രം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഓൾറെഡി ഇവിടെ കുറേ കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. ഡിറ്റക്ഷൻ, എക്സിസ്റ്റിംഗ് ലൈറ്റ്സ്, സൈറൻ, സ്മോക്ക്, എമർജൻസി ലൈറ്റ്, ഫയർ എക്സ്റ്റിങ്വിഷർ ആക്സസറീസ്, ഫയർ അങ്ങനെയുള്ള എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആക്സസറീസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആഡ് ചെയ്യേണ്ടത് കാറ്റഗറിയാണ്. കാറ്റഗറി ഇല്ലെങ്കിൽ പുതിയതായിട്ട് കാറ്റഗറി ആഡ് ചെയ്യണം. അതിനുശേഷം പ്രൊഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് പ്രൊഡക്ട്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആഡ് പ്രൊഡക്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക, പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുക, പിന്നെ റെഗുലർ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, സെല്ലർ പ്രൈസ് സ്റ്റാർട്ട് ഫ്രം അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ഇത് ഓപ്ഷണലാണ്, രണ്ടും ഓപ്ഷണലാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യുക. ഷിപ്പിങ്ങിൻ്റെ ഇൻഫർമേഷൻസ്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക്കേഷനാണ്. ഇപ്പോൾ ലെങ്ത്ത്, വെയിറ്റ്, വാല്യൂസ് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് ഇവിടെ എഴുതുക. അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നോർമലായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഇമേജ് വ്യൂ ചെയ്യണമെങ്കിൽ അതായത് നമുക്കിതിൻ്റെ ഫീച്ചർ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യണ കേസിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ സെറ്റ് പ്രൊഡക്റ്റ് ഇമേജ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് പിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ബേസ് ആയിട്ടുള്ള ഇമേജ് അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ആഡ് പ്രൊഡക്ട്സ് ഗാലറി ഇമേജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത് ബേസ് ഇമേജും ഇത് ബാക്കി വരുന്ന ആഡ് ചെയ്തിട്ടുള്ള സബ് ഇമേജസുമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡേറ്റ നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും ഇമേജസ് ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് മാൻഡേറ്ററി അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുള്ളത്. പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, പിന്നെ പ്രൊഡക്റ്റ് ഇവിടെ ബാക്കി ഓപ്ഷണലായിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം കൊടുക്കുക. ഇമേജായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അത് ഓപ്ഷനിൽ ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ ഏത് കാറ്റഗറിയാണെന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സൈറൻ്റെ അണ്ടറിലുള്ളൊരു ഇതാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക, പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക, സെറ്റ് പ്രൊഡക്ട്സ് കൊടുക്കുക. അതിനുശേഷം കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിൽ പബ്ലിഷ് കൊടുക്കുക. അപ്പോൾ പ്രൊഡക്റ്റ് റിലീസായി വരും. അത്രയേ ഉള്ളൂ ആഡ് ചെയ്യാനായിട്ട്.